യഥാർത്ഥത്തിൽ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി അവസാനിപ്പിക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും വിപുലമായിട്ടുള്ള, അതിനെ അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്, ലോകത്തിലെ ഏറ്റവും വിപുലമായിട്ടുള്ള ഒരു ഉപജീവന സുരക്ഷാ പദ്ധതിയാണ് അവസാനിക്കുന്നത്. ലൈവ്ലിഹുഡ് സെക്യൂരിറ്റിക്ക് ഇത്രയും മനോഹരമായി വിഭാവനം ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ഉപജീവന സുരക്ഷാ പദ്ധതി ലോകത്ത് എവിടെയുമില്ല. ഇത് വന്ന ഒരു സാഹചര്യം കൂടി നമ്മൾ പരിശോധിക്കണം. ഇത് വന്നത് 2008 ഇന്ത്യയിൽ മുഴുവനായി നടപ്പാക്കപ്പെടുന്നത്. 2005 നിയമം വരുന്നു, 2006 ഭാഗികമായിട്ട് നടപ്പാക്കുന്നു, 2008 ഇന്ത്യയിൽ ആകമാനം നടപ്പാക്കുന്നു. 2008 ഒരു സവിശേഷമായ പ്രാധാന്യമുള്ള ഘട്ടം കൂടിയാണ്. അത് ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധി ലോകം മുഴുവൻ വ്യാപിക്കുന്ന സമയത്താണ്. അന്ന് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഇന്ത്യക്ക് ആ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് ഒരു വലിയ അളവ് വരെ കരകയറാൻ കഴിഞ്ഞതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഗ്രാമീണ മേഖലയിൽ ഈ തൊഴിലുറപ്പ് പദ്ധതി കൂടി സംഭാവന ചെയ്തതുകൊണ്ടാണ്. മറ്റു ചില ഘടകങ്ങൾ കൂടി ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ ഗ്രാമീണ മേഖലയിലെ സാധാരണ ജനങ്ങളുടെ വാങ്ങൽ ശേഷി വർദ്ധിപ്പിക്കുകയും അവരുടെ ഉപഭോഗം വർദ്ധിപ്പിക്കുകയും അവർക്ക് വരുമാനം ഉറപ്പുവരുത്തുകയും ചെയ്തത് ഈ പദ്ധതി വഴിയാണ്. അതുകൊണ്ട് തന്നെ ലോകശ്രദ്ധ ആകർഷിച്ച ഒരു പദ്ധതി കൂടിയാണിത്. അതുവരെ ഉണ്ടായിരുന്ന ഇന്ത്യയുടെ ചരിത്രം, പ്രത്യേകിച്ച് വികസന ചരിത്രം പരിശോധിക്കുമ്പോൾ അതുവരെ ഉണ്ടായിരുന്ന തൊഴിലുറപ്പ് അല്ലെങ്കിൽ തൊഴിൽ ഗ്യാരണ്ടി പദ്ധതികൾ, ഗ്യാരണ്ടി എന്ന് പറയുന്നത് ആദ്യമായിട്ടാണ് സത്യം പറഞ്ഞത്. അതിന് മുമ്പുണ്ടായിരുന്ന പദ്ധതികളിലൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. നേരത്തെ മാറ്റത്തിന്റെ പ്രശ്നങ്ങൾ എന്താണ്? എക്സാക്ട്ലി. അതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ ഡിമാൻഡ് ഡ്രിവണായിട്ട് ആദ്യമായിട്ട് വന്ന വിപുലമായിട്ടുള്ളൊരു പരിപാടിയാണിത്. അത് ഡിമാൻഡ് എന്ന് പറയുന്നത് ആരുടെ ഡിമാൻഡാണ്? ജനങ്ങളുടെ ഡിമാൻഡാണ്. ജനങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് അവർക്ക് തൊഴിൽ വേണമെന്ന് തോന്നുന്ന സമയത്ത് അധസ്ഥിതരായിട്ടുള്ള, പാവപ്പെട്ടവരായിട്ടുള്ള, നിസ്വരായിട്ടുള്ള ജനങ്ങൾക്ക് ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുകയാണ്, ഞങ്ങൾക്ക് 100 ദിവസത്തെ തൊഴിലിന് ഞങ്ങൾക്ക് അവകാശമുണ്ട്, ആ 100 ദിവസത്തെ തൊഴിൽ ഞങ്ങൾക്ക് നൽകണം എന്ന് പറയുന്നു. അത് പറയുമ്പോൾ അത് കൃത്യമായിട്ട് കൊടുക്കാൻ രാഷ്ട്രം നിർബന്ധിതമാവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാനതിനെ വളരെ 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 സവിശേഷമായിട്ടുള്ള ഒരു തൊഴിലുറപ്പ് പദ്ധതിയാണ് നേരത്തെ സൂചിപ്പിച്ചു. അപ്പോൾ ഇതിനകത്ത് വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൻ്റെ ഘടനയെ പരിപൂർണമായി മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത്. നേരത്തെ ഉണ്ടായിരുന്ന പാഠങ്ങളിൽ നിന്ന് ഒന്നുപോലും ഉൾക്കൊള്ളാതെ വീണ്ടും ഇതൊരു സപ്ലൈ ഡ്രിവൺ എന്ന് പറയുന്ന, അത് എത്രയാണോ നേരത്തെ സജീഷ് പറഞ്ഞതുപോലെ ലഭ്യമായിട്ടുള്ളത് അത് കിട്ടുന്നതിനനുസരിച്ച് കൊടുക്കുക. എവിടെയാണോ നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള പണം തീരുന്നത് അവിടെ ഇത് അവസാനിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേന്ദ്ര ബജറ്റിൽ ഇതുമായിട്ടുള്ള വിഹിതം കുറഞ്ഞു വരികയായിരുന്നു. പക്ഷേ ഓരോ വർഷവും ഇതിൻ്റെ ഡിമാൻഡ് കൂടുന്നതിനനുസരിച്ച് വിഹിതം കൂട്ടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചത് ശരിയാണ്, വിഹിതം കൂട്ടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ അങ്ങനെ വിഹിതം കൂട്ടുന്നതിൻ്റെ അർത്ഥം എന്താ? ഇതിന് ഡിമാൻഡ് ഉണ്ടെന്നുള്ളതല്ലേ? അതിൻ്റെ അർത്ഥം ദരിദ്രരായിട്ടുള്ളവർക്ക് ഈ ഒരു പദ്ധതിയുടെ ആവശ്യമുണ്ട് എന്നുള്ളതല്ലേ? അപ്പോൾ അങ്ങനെ വളരെ ആവശ്യമുള്ള ഈ പദ്ധതിയെ പെട്ടെന്നൊരു ദിവസം ഇല്ലാതാക്കുന്നു എന്ന് പറയുമ്പോഴാണ് അതിൻ്റെ ആ വൈരുദ്ധ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച ഒട്ടനവധി കാര്യങ്ങൾ സൂചിപ്പിക്കാനുണ്ട്. ഇത് ഗവൺമെൻറ്റുകളുടെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, നമ്മുടെ ഇവിടുത്തെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ 2026-27 ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഏതാണ്ട് 4837 കോടി രൂപയാണ് നമ്മൾ തൊഴിലുറപ്പ് പദ്ധതിയിൽ ആവശ്യമായിട്ട് നമ്മൾ കാണുന്നത്. കാരണം ഓരോ വർഷവും ഏതാണ്ട് 10-15% ഇതിൻ്റെ ഡിമാൻഡ് വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. കേരളം ഏതാണ്ട് 10 കോടിയിലധികം മനുഷ്യദിനങ്ങളാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ രാജ്യത്തെ ഏറ്റവും മികവാർന്ന രീതിയിൽ തൊഴിലുറപ്പ് പദ്ധതി നടപ്പാക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് കേരളം. ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്ക് തൊഴിൽ കൊടുത്തുള്ളതിൻ്റെ ശതമാനത്തിൽ കേരളം ഒന്നാമതാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഷെഡ്യൂൾഡ് കാസ്റ്റ്, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് തൊഴിൽ കൊടുത്തിട്ടുള്ളതിൽ 1-ാം സ്ഥാനം 2-ാം സ്ഥാനമൊക്കെ പലപ്പോഴായിട്ട് കേരളം നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ 100 ദിവസം പൂർണ്ണമായും തൊഴിൽ കൊടുത്ത സംസ്ഥാനങ്ങളിൽ പ്രധാനപ്പെട്ട സംസ്ഥാനം, ഒരിക്കലും 1-ാം സ്ഥാനവും പിന്നെ 2-ാം സ്ഥാനവും കിട്ടിയിട്ടുള്ളൊരു സംസ്ഥാനമാണ്. സത്യം പറഞ്ഞാൽ കേരളത്തിൽ ഈ തൊഴിലുറപ്പ് പദ്ധതിയെ വളരെയധികം വികസനത്തിൻ്റെ ഒരു ഉപകരണമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഗൗരവതരമായിട്ട് ഈ പദ്ധതിയെ കാണുകയും അതിനെ വികസനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ചാലകശക്തിയായിട്ട് ഉപയോഗിക്കുകയും ചെയ്യുന്ന നിരവധി സംസ്ഥാനങ്ങളുണ്ട്. ഈ സംസ്ഥാനങ്ങൾക്കൊക്കെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ 40% ഇത് സംസ്ഥാനത്തിൻ്റെ വിഹിതമായി കൊടുക്കണമെന്ന് പറയുമ്പോൾ നമുക്ക് അടുത്ത വർഷം മാത്രം വേണ്ടി വരുന്നത് 2000 കോടി രൂപയാണ്. കൃത്യമായിട്ട് പറഞ്ഞാൽ 1935 കോടി രൂപ നമുക്ക് ആവശ്യമായിട്ട് വരും. ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ സഹായവും നിലയ്ക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല നമ്മളൊരു കാര്യം കൂടി മനസ്സിലാക്കണം, ഈ അടുത്ത കാലത്തായിട്ട് നമ്മൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട പ്രവണത, ഈ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ വലിയ തോതിൽ അടിച്ചേൽപ്പിക്കപ്പെടുന്നൊരു പ്രവണതയുണ്ട്. നമുക്ക് സ്വന്തമായിട്ട് ചെലവഴിക്കാൻ ലഭ്യമായിട്ടുള്ള പദ്ധതി വിഹിതം വലുതായി ഗണ്യമായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. കാരണം നമുക്ക് ആകെക്കൂടി ലഭിക്കുന്ന, നേരത്തെ KJ ഇവിടെ പറഞ്ഞതുപോലെ ഉള്ള
വരുമാനത്തിൻ്റെ ഒരു വലിയ ശതമാനം കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ 40% വേണ്ടി വിനിയോഗിക്കപ്പെടേണ്ടി വരുന്നു എന്നുള്ളതാണ്. അത് നമുക്ക് ആവശ്യമില്ലാത്ത രീതിയിൽ. ഇപ്പോൾ ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള തൊഴിലുറപ്പ് പദ്ധതി തന്നെ ഇപ്പോൾ വിഭാവനം ചെയ്തിട്ടുള്ള ഈ പുതിയ VBGRAMG എന്ന് പറയുന്ന പുതിയ തൊഴിലുറപ്പ് പദ്ധതിയിൽ അത് വളരെ രസകരമാണ്. ഓരോന്നും അതിൻ്റെ വിശദാംശങ്ങളിലോട്ട് കടക്കുമ്പോൾ നമുക്കതിൻ്റെ വൈരുദ്ധ്യങ്ങൾ ഒന്നൊന്നായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ചുരുക്കി ഞാൻ പറയാം. അത് ഒന്ന്, ഇത് ഓരോ പ്രദേശത്തെയും പദ്ധതികളനുസരിച്ച് കൊടുക്കണമെന്നുള്ളതാണ്. കേരളത്തിലല്ലാതെ എവിടെയാണ് പ്രാദേശികമായി ഇത്രത്തോളം വിപുലമായിട്ടുള്ള പദ്ധതികൾ ഉണ്ടാക്കുന്നത്? ഈ പദ്ധതികൾ ഉണ്ടാക്കുന്നതൊക്കെയും ഓരോ പ്രദേശത്തെയും ബ്യൂറോക്രാറ്റുകളല്ലേ. ഗ്രാമപഞ്ചായത്ത് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് ഒരു വലിയ പദ്ധതിയുണ്ട്. അത് എല്ലാ സംസ്ഥാനങ്ങളിലും കേരളത്തിൻ്റെ മാതൃകയ്ക്ക് അനുസൃതമായിട്ട് ഉണ്ടാക്കപ്പെട്ടുള്ള ഒന്നാണ്. വികലമായിട്ടുള്ള അനുകരണമാണ്, അത് വേറെ കാര്യം. അവിടെ ഇതുപോലെയുള്ള ഗ്രാമപഞ്ചായത്ത് പദ്ധതികൾ ഉണ്ടാക്കണം. ആ പഞ്ചായത്ത് പദ്ധതികൾ ആരാ ഉണ്ടാക്കുന്നത്? എനിക്ക് നേരിട്ടറിയാവുന്നതാണ്. ആ പദ്ധതികൾ പലതും ഉണ്ടാക്കുന്നത് അതാത് സമയത്തെ ഉദ്യോഗസ്ഥരാണ്. ഈ ഉദ്യോഗസ്ഥരാൽ നിർമ്മിക്കപ്പെടുന്ന ഈ പദ്ധതികളിൽ സമൂഹത്തിലെ ഏറ്റവും പാവപ്പെട്ട മനുഷ്യർ എങ്ങനെ ഉൾപ്പെടും? അവർക്ക് ഏതെങ്കിലും വിധത്തിൽ ആ പദ്ധതിയുടെ ഭാഗമായിട്ട് തൊഴിൽ നേടുന്നുള്ള എന്തെങ്കിലും അവകാശം അവിടെ ഉണ്ടാകുമോ? സാധ്യതകൾ ഉണ്ടാകുമോ? രണ്ടാമതായിട്ട് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, വലിയ തോതിലുള്ള കേന്ദ്രീകരണം നടക്കുന്നു എന്നുള്ളതാണ്. വലിയ തോതിലുള്ള കേന്ദ്രീകരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നു. സംസ്ഥാനങ്ങൾക്ക് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇത് വിനിയോഗിക്കാനുള്ള സാധ്യതകൾ പൂർണ്ണമായിട്ടും ഇല്ലാതാകുന്നു.